ഇത് നൂറെ ഹബീബല്ല, ഇത് ഇരുട്ടെ ഹബീബാണ്. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ഒരു നൂറും ഒരു പ്രകാശവും കടന്നു പോണില്ല, ഇരുട്ട് മാത്രമാണ് കിട്ടുന്നത്. നിങ്ങളിനി എന്നെ എന്തൊക്കെ പറഞ്ഞാലും, എത്ര തെറി വിളിച്ചാലും ചീത്ത വിളിച്ചാലും ഇത് തുറന്നു പറയുക തന്നെ ചെയ്യും. ഇത് നൂറെ ഹബീബല്ല, ഇത് ഇരുട്ടെ ഹബീബാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അള്ളാഹു നൂറു സമാവാത്തി വല്ലർള്, ആകാശഭൂമികരുടെ ചൈതന്യമാണ് അള്ളാഹ്. ആ റബ്ബുൽ ആലമീൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ഇടങ്ങളാകണം പള്ളികളും ഇൽമിൻ്റെ സദസ്സുകളും ഒക്കെ. ഈ സദസ്സിൽ നിന്ന് എന്ത് നൂറാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് എൻ്റെ ചോദ്യം. അതിൻ്റെ താഴെ വന്ന കമൻസിൽ നിന്ന് മനസ്സിലായി, കിട്ടിയത് നൂറല്ല, ഇരുട്ടാണ്, പ്രകാശമല്ല, ഇരുട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് മുത്തുമണികളുടെ മാത്രം പ്രശ്നമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അവരുടെ നേതാവ് തന്നെ പറയുന്ന ഒരു മറുപടി ഉണ്ട്, തങ്ങൾ മാപ്പ് പറഞ്ഞു എന്നാണ്. എന്താണ് മാപ്പ്? ആ പറഞ്ഞ മറുപടി എന്താണെന്ന് കേട്ടു നോക്കിയേ. അവരോടാണ് ഞാൻ പ്രാർത്ഥിച്ചു കൂടാൻ പറഞ്ഞത്. പക്ഷേ യൂട്യൂബിന്റെ റീച്ച് കിട്ടാൻ, നിങ്ങൾ യൂട്യൂബിന്റെ റീച്ച് കിട്ടാൻ താടി വെച്ച 4 വർഷമായി എന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായി. നമുക്ക് എല്ലാവർക്കും അറിയാം, 4 വർഷമായി എന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോ ഒരു ചെറിയൊരു വിഷയം കിട്ടിയപ്പോ നായ്ക്കൾക്ക് എല്ലാം കഷ്ണം കിട്ടിയാൽ അത് കടിച്ചു തൂങ്ങും, അതുപോലെ എന്താക്കി എല്ലാം കഷ്ണം എറിഞ്ഞു കൊടുത്തിട്ട് അവരെല്ലാവരും പറഞ്ഞിട്ട് എന്നെ കടിച്ചെന്നെ കീറുക. നിങ്ങൾ കേട്ടില്ലേ? എന്താണ് ഇതിലെ നൂറ്? നിങ്ങളൊന്ന് പറഞ്ഞേ. ഇത്രയും ഞങ്ങൾക്കിപ്പോൾ എന്തിൻ്റെ പണിയാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ നടക്കേണ്ടത്? എന്ത് കാര്യമുണ്ട്? 4-5 കൊല്ലമായിട്ട് മൂപ്പരെ വിടാതെ പിന്തുടരാണെന്നാണ് പറയണത്. ഞങ്ങൾക്ക് എന്ത് കാര്യമുണ്ട്? അങ്ങനെ വിടാതെ പിന്തുടരാൻ മാത്രം ആരാണ് നിങ്ങൾ? ആരാണ്? ഹോയു, നിങ്ങൾ ആരാണ്? അങ്ങനെ പിന്തുടരപ്പെടാൻ മാത്രം, പുറകെ നടക്കാൻ മാത്രം നിങ്ങൾ ആരാണ് സഹോദര? ഈ സമൂഹത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ചലനം എന്താണ്? എന്തിനാ ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്നാലെ നടക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പിന്നെന്തൊരു വാക്ക് പറയുന്നുണ്ടല്ലോ, നായക്ക് എല്ലും കഷ്ണം കിട്ടുന്നത് പോലെ അല്ലേ, നായ എല്ലും കഷ്ണം തേടി പോണത് പോലെ മൂപ്പരുടെ പിന്നാലെ എന്നാണ്. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞങ്ങൾക്കും അറിയാം. പക്ഷേ ആ സംസാരത്തിൽ നിന്ന് ഞങ്ങളെ തടയുന്നൊരു സംഗതി ഉണ്ട്. എന്താണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാണ്. തൗഹീദാണ്, ഇസ്ലാമാണ്. ഇസ്ലാമാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയുന്നത്. പ്രിയ സഹോദര, എന്തിനാണ് താങ്കൾ ഇത്രമേൽ ആലിമീങ്ങളെയൊക്കെ നായയോടൊക്കെ ഉപമിക്കുന്നത്? വളരെ മോശമല്ലേ? പിന്നെ ചില ആളുകൾ നിങ്ങളിങ്ങനെ കുറ്റം പറയേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടോയെന്നാണ്. ഇത് വെറുമൊരു കുറ്റം പറച്ചിലല്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി. ഇദ്ദേഹം രഹസ്യമായി ചെയ്തൊരു സംഗതി ഞാൻ കണ്ടെങ്കിൽ അദ്ദേഹത്തെ രഹസ്യമായി എനിക്ക് ഉപദേശിക്കാം. ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അകത്തോ ബെഡ്റൂമിൽ നടക്കുന്ന സംഗതിയൊക്കെ ആണെങ്കിൽ, ഞാനത് കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചിട്ട്, നൂറെ ഹബീബിലെ പ്രിയപ്പെട്ട സഹോദര, ഇന്നാലിൻ്റെ പ്രശ്നങ്ങളുണ്ട്, താങ്കൾ തിരുത്തണം കേട്ടോ, ഇസ്ലാം ഇങ്ങനെയല്ല കേട്ടോ പറയണത്, എനിക്ക് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇത് പരസ്യമായി ആയിരക്കണക്കിന് ആളുകളെ മുമ്പിൽ നിർത്തിയിട്ട് വിവരക്കേട് വിളിച്ചു പറയുക, വിദ്വേഷം ഉണ്ടാക്കുക, അറിവില്ലാത്ത കാര്യങ്ങളിൽ വലിയ ആളാവുക. ഇത് ആലിമീങ്ങളും മുത്താലിമീങ്ങളും കാണുമ്പോൾ അവർ മനസ്സിലാക്കുന്ന ഒരു സംഗതിയുണ്ട്. വെറും ഇദ്ദേഹത്തെ തിരുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമല്ല, അവിടെ കൂടിയിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളും തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല. അവർ മനസ്സിലാക്കൂല, ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അങ്ങനെ പറയാമെന്നാ പോരാ. അപ്പം ജനങ്ങളെ കൃത്യമായി ദീൻ പഠിപ്പിക്കേണ്ട ആലിമീങ്ങൾ പരസ്യമായി ചെയ്യുന്ന തിന്മയെ പരസ്യമായി തന്നെ എതിർക്കണം. അതിന് നിങ്ങൾ കുറ്റം പറയലെന്നോ ഫിത്നാന്നോ ഫസാദെന്നോ അസൂയാന്നോ എന്ത് പേരിട്ടാലും ഡസൻ കെയർ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. പറയേണ്ടത് പറയണം. ഞാൻ ചോദിച്ചത് നിങ്ങളുടെ അടുത്ത് ഉത്തരമുണ്ടോ? നിങ്ങൾ സ്വയം നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ച് നോക്കുക. ഈ സദസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നന്മ എന്താണ്? ആലിമീങ്ങളെ മുഴുവൻ കുറ്റം പറയാൻ അല്ലേ? അതായത് തെറ്റ് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഉലമാക്കളെ മുഴുവൻ മോശക്കാരാക്കുക, അവൻ നന്നാവൂല, നശിച്ചു എന്ന് ശപിക്കാൻ പഠിക്കുക. ഇതൊക്കെയാണോ കിട്ടേണ്ട നന്മ? വേണ്ട. നിങ്ങൾ മുത്തുമണീസിൻ്റെ ചില കമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംഗതി പിടിയിട്ട്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഓർത്താണ് മക്കളെ സങ്കടപ്പെടുന്നത്, മൂപ്പരെക്കുറിച്ച് ഓർത്തല്ല. എന്താണ് അദ്ദേഹം തങ്ങളാണോ ഇല്ലയോ എന്നൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ സാദാത്ത് ഫാമിലി പറയുന്നത് അവർ തങ്ങളല്ല എന്നാണ്. ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും നമ്മളെ ബാധിക്കുന്ന വിഷയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തങ്ങളെന്ന് പറയപ്പെടുന്ന സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ജനങ്ങളെ വഴിതെറ്റിക്കരുത് കേട്ടോ. നല്ലത് പറഞ്ഞു കൊടുക്കുക. താങ്കൾക്ക് അറിയുമെങ്കിൽ അറിയാത്ത ഭാഗത്ത് മിണ്ടാതിരുന്നാൽ പോരെ. ഈ അറിയാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് എന്തിനാണ് ഈ ഗുലുമാലുണ്ടാക്കുന്നത്? മുംബൈത്തെ മക്ബറയിൽ പോയിട്ട് വെളിവീട് വിളിച്ചു പറഞ്ഞു, കൊടിമരം ഉണ്ടാക്കിയിട്ട് വെളിവീട് വിളിച്ചു പറഞ്ഞു. ഈ അറിവില്ലാത്ത വിഷയങ്ങളിൽ കയറി എന്തിനാണ് ഈ ഡയലോഗ് അടിക്കുന്നത്? സ്വലാത്തി ലഭിക്കുകയാണെങ്കിൽ അത് ചൊല്ലിച്ചു ദ്വാരം കൊടുത്താൽ പോരെ. അതിലപ്പുറം എന്തിനാണ് ഈ കൈ കടത്തുന്നത്? ആ കമൻസൊക്കെ നിങ്ങൾ നോക്കിയേ, ചില ആളുകളുടേത്. അത് ഇതൊന്നും അല്ല കേട്ടോ, വലുതുണ്ട്, ഞാൻ ചെറുത് മാത്രം കാണിച്ചു തരാം. ഒന്നെന്താ, നിങ്ങളൊരു ഉസ്താദാണോ, നിങ്ങളുടെ സംസാരം കേട്ടാൽ വെറുപ്പ് തോന്നും. നല്ലത് മോളെ, അൽഹംദുലില്ലാ. എൻ്റെ സംസാരം കേട്ടിട്ട് ഒരു മുത്തുമണിക്ക് വെറുപ്പ് തോന്നിയില്ലെങ്കിലാണ് എനിക്ക് സങ്കടം വരിക. എന്തിനാണ് എന്നെ വെറുത്ത്? എന്തിനാ? അത് ദീൻ പറഞ്ഞിട്ട്
ഞങ്ങളുടെ തങ്ങൾ ചെയ്ത തെറ്റിനെ എടുത്തു പറഞ്ഞില്ല എന്നാണ്. അൽഹംദുലില്ലാ. അപ്പോൾ എൻ്റെ മുത്തെന്നെ വെറുക്കണം. അൽഹംദുലില്ലാ, അത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ലാസ്റ്റ് നെഞ്ചത്തെ ചോദിച്ചൊന്ന് ചിന്തിക്കണം കേട്ടോ കിടക്കാൻ നേരത്തെ, എന്തിനാണ് ഞാനിപ്പോൾ അങ്ങനെ പറഞ്ഞത്? മൂപ്പര് വെറുക്കാൻ മാത്രം എന്താണ് ചെയ്തു കൂട്ടിയത്? ചിന്തിച്ചു നോക്കാം, ഉത്തരം കിട്ടും. മറ്റൊരു കമൻറ്റ് നോക്കിയേ. നബിതങ്ങൾ ഹിന്ദു മതസ്ഥരെ ഞാൻ സംഗതി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹിന്ദു മതസ്ഥരെ സ്നേഹിച്ച ആളാണ്. അവിടെ ഹിന്ദുക്കൾ ഗുരുവായൂരപ്പനെ മാത്രമാണ് വിളിക്കേണ്ടത്. ആഹാ, അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. തങ്ങളുപ്പ അത്രയും പവറുള്ള ആളാണ്, ആരും ഒന്നും പറയണ്ട അതിനെക്കുറിച്ച്. എന്താണ് ഉപ്പാടെ പവർ? ക്യാൻ യു എക്സ്പ്ലെയിൻ? വിശദീകരിക്കാം എന്താണ് ഉപ്പാടെ പവർ എന്ന്. തങ്ങളുപ്പാടെ പവർ എന്താണ്? ആയിക്കോട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിന്ദുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മതമുള്ളവരെയും മതമില്ലാത്തവരൊക്കെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് അതുമായിട്ട് എന്താ ബന്ധം? ഞാൻ പറഞ്ഞു ഹിന്ദുക്കളെ സ്നേഹിക്കണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഈ തങ്ങളുപ്പാപ്പ, ഏത് പവറുള്ള പാപ്പ, ഈ പവറുള്ള പാപ്പ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ വെളിവുകേടെന്താ? ഷിർക്കിലേക്ക് ജനങ്ങളെ നയിക്കുന്ന സംഗതിയല്ലേ അത്? ശിർക്കം വിശ്വാസമല്ല, അവിടെ നിന്ന് പറയാൻ പാടുണ്ടോ? ജനങ്ങൾ അവിടെ വന്നത് അതിന് വേണ്ടിയിട്ടാണോ? സ്വലാത്തിൽ വിശ്വസിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ജനങ്ങളോട് നിങ്ങൾ ഗുരുവായൂരപ്പനെ വിളിച്ചോളി എന്ന് പറയണമെങ്കിൽ ആൾക്കാരൊക്കെ കൂടെ അവിടെ വരേണ്ട കാര്യമുണ്ട്. അവർക്ക് ഗുരുവായൂർ പോയപ്പോരെ. ഉണ്ട് ഹിന്ദുക്കളെ നബിതങ്ങൾ സ്നേഹിച്ചു. മക്കളെ നിങ്ങൾ സ്നേഹിക്കണ്ടെന്നല്ലേ പറയണത്? നമ്മൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതമില്ലാത്തവനൊക്കെ സ്നേഹിക്കണം. അതിനർത്ഥം അവരുടെ ആചാരങ്ങളെ നമ്മൾ കടമെടുക്കണം, അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്ന സംഗതി നമ്മൾ കടമെടുക്കണം എന്നല്ല. അപ്പോൾ ബുദ്ധി ഉണ്ടാകാൻ അള്ളാഹിനോട് ദ്വാരക്കണം. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? എന്ത് തെറ്റായാലും നിങ്ങളിത് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളും ഇതൊരു ഉസ്താദല്ലേ, നിങ്ങൾക്ക് അസൂയാണ്. മക്കളെ നിങ്ങളിത് എന്താണ്? എല്ലാവരും അസൂയാണ്. നിങ്ങൾക്കിത് അവിടെ നിന്ന് തങ്ങൾ പാപ്പ, പവറുള്ള പാപ്പ പഠിപ്പിച്ചെന്ന് പറഞ്ഞാണോ? പവറുള്ള പാപ്പയുടെ അധ്യാപനമാണോ? മൊയ്ലിയമ്മാരിക്കൊക്കെ എന്നെ കണ്ടിട്ട് അസൂയാണ് എന്നങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചെന്ന് വിട്ടേക്കാണോ? എന്തിനാണ് ഈ പാപ്പ ഇങ്ങനെ പറയണത്? മോശമല്ലേ? എന്ത് തെറ്റാണെങ്കിലും നിങ്ങൾ പറയാൻ പാടില്ല. അതെന്താ നിയമം? എന്താ പാപ്പാക്ക് മാത്രം അങ്ങനെ ഒരു നിയമം എന്താണ്? എനിക്ക് പറയാം, നൂറെ ഹബീബ് പാപ്പാക്ക് മാത്രം അങ്ങനെ ഒരു നിയമം ഉണ്ടോ? ജനമധ്യത്തിൽ തെറ്റുകൾ ചെയ്താൽ രഹസ്യമായിട്ടായിക്കോട്ടെ എന്ന്, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. ഇത് ജനങ്ങൾ വഴിതെറ്റിപ്പോവല്ലേ. ഇപ്പോൾ പണ്ഡിതന്മാർ, മുത്തഅല്ലിമീങ്ങൾ, ഇൽമു പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലക്ക് ഞാൻ വിളിച്ചു പറയും. നിങ്ങൾ എന്നെ എന്തു പറഞ്ഞാലും ശരി, അതൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ അടുത്ത് നോക്കി. പരസ്യമായി പറയാതെ രഹസ്യമായി പറഞ്ഞു കൊടുക്കാമായിരുന്നു. അത് നമ്മൾ പറഞ്ഞു അല്ലേ. മൂപ്പര് രഹസ്യമായിട്ട് എൻ്റെ മുമ്പിൽ എന്തെങ്കിലും ചെയ്താൽ ഞാൻ മൂപ്പര് രഹസ്യമായിട്ട് ഉപദേശിക്കാം. പക്ഷെ ഇങ്ങനെയല്ല മുത്തേ. ഇതെന്താ സംഭവം? ഇത് പരസ്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസമാണ്. അപ്പോൾ അത് പരസ്യമായിട്ട് തന്നെ പറയണം. കുട്ടിക്ക് മനസ്സിലായോ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാവൂല. എന്നാലും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെന്താണ് ഉസ്താദെ, രാവിലെയും വൈകുന്നേരവും സീരിയൽ കണ്ടിരുന്ന വീട്ടമ്മമാർ 2 നേരവും സ്വലാത്ത് ചൊല്ലുന്നില്ലേ? നിങ്ങളോട് ഞാൻ പറഞ്ഞു സീരിയൽ കാണാൻ. ഓരോരോ ഇത് സംഗതിയൊക്കെ ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വരുന്നൊരു ഡയലോഗ്. അൽഹംദുലില്ലാ, സ്വലാത്തിലാണ് നല്ല കാര്യമാണ്. നിങ്ങളോട് സ്വലാത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? പൊന്നു വീട്ടമ്മമാരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലാതിരിക്കല്ലേ, നിങ്ങൾ സ്വലാത്ത് ചെല്ലണം. ഇപ്പോൾ സീരിയലുണ്ടോ? കോവിഡിന് ശേഷമൊക്കെ സീരിയൽ കുറഞ്ഞു തോന്നുന്നല്ലേ. രാവിലെയും വൈകുന്നേരം സീരിയൽ കണ്ട വീട്ടമ്മമാർ സ്വലാത്തില്ല. അൽഹംദുലില്ലാ, വളരെ നല്ല കാര്യം. അതൊന്നുമല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്താ? ഈ വിവരക്കേട് സ്വലാത്തിൻ്റെ പേരിൽ വിളിച്ച് പറയുമ്പോഴാണ്. സ്വലാത്ത് ചൊല്ലിക്കൂ, അൽഹംദുലില്ലാ, ഹൈറായ കാര്യം, അള്ളാഹ് ചെയ്യുന്ന കാര്യം. അതിൻ്റെ പേരിൽ തോന്നിവാസങ്ങൾ വിളിച്ചു പറയാണോ വേണ്ടത്? അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ മുത്തുമണീസ്? പിന്നെന്താണ്? തങ്ങളുപ്പാൻ്റെ അത്രയും വിവരമില്ല നിങ്ങൾക്ക്. ഹൈ, അൽഹംദുലില്ലാ, അത് വളരെ സത്യം കേട്ടോ. എനിക്ക് ഒരു ചെറിയ കുട്ടിയുടെ അത്ര പോലും, മദ്രസയിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അത്ര പോലും വിവരമില്ല. അൽഹംദുലില്ലാ, ആ ഒരു സംഗതി പറഞ്ഞു തന്നതിന് വലിയ സന്തോഷം. അങ്ങനെ തന്നെ. പക്ഷേ പിന്നെന്താണ്? ഹിന്ദുക്കൾ പടച്ചോനെ വിളിക്കുന്നില്ലേ? അതുപോലെ ഹിന്ദുക്കൾ പടച്ചോനെ വിളിക്കോ? എന്തുവാണ് ഇത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൂയയും കുശുമ്പാണ്. ഹിന്ദുക്കൾ പടച്ചോനെ വിളിക്കുന്നത് പോലെ എനിക്ക് അസൂയയും കുശുമ്പാണോ? പടച്ചോനറിയാം. അസൂയ കുശും അത് നമ്മുടെ മറ്റേ പാപ്പ പഠിപ്പിച്ചു കൊടുത്ത പവർ പാപ്പ. നിങ്ങളുടെ വീഡിയോ ഞാനിപ്പോൾ കാണാറില്ല. നിങ്ങൾ കുറ്റം തന്നെ പറയുന്നത്. എൻ്റെ മുത്ത് കാണല്ലേ, പടച്ചോനടുത്ത് കാണല്ലേ. എൻ്റെ കുട്ടി നന്നായി പോവും കേട്ടോ. എൻ്റെ മോൾ കണ്ടുപോരുത്. മോളാണോ മോനാണോ അല്ലാഹു അഅലം, ആരാണെങ്കിലും എൻ്റെ കുട്ടി കണ്ടുപോരുത് കേട്ടോ. ഇനി കണ്ടാൽ പ്രശ്നമാണ്. നിങ്ങൾ നന്നാവും, കാണരുത്. നിങ്ങൾ പവറുള്ള പാപ്പാടെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ. ഇനി അടുത്തെന്താണ്? നിങ്ങൾക്ക് മരിച്ചു പോകേണ്ട ഉസ്താദ്. അല്ലാഹു അൽഹംദുലില്ലാ, എൻ്റെ മരണത്തെ ഓർമ്മിപ്പിച്ച സഹോദരൻ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലപ്പ താങ്കൾ മരിക്കൂലേ? പവറുള്ള തങ്ങൾ പാപ്പ ഇല്ല, ഉസ്താദ് മരിക്കും. അൽഹംദുലില്ലാ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് എനിക്കും താങ്കൾക്കും പവറുള്ള നമ്മുടെ തങ്ങൾ പാപ്പാക്കും ഒക്കെ
നൽകി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അതോടെ നിൽക്കട്ടെ. എന്താണത് ഉദ്ദേശം എനിക്ക് മനസ്സിലായിട്ടില്ല. ഉസ്താദെ, ചാനൽ തുടങ്ങുന്നത് മറ്റുള്ളവർക്ക് ഇലാമ് പറഞ്ഞു കൊടുക്കാനാണ്, ഇൽമു പറഞ്ഞു കൊടുക്കാനാണ്, അല്ലാതെ പരസ്യമായിട്ട് മറ്റൊരാളെ പരിഹസിക്കാനല്ല. ആ തങ്ങൾ തെറ്റ് ചെയ്തതിന് അദ്ദേഹം പരസ്യമായിട്ട് ക്ഷമ പറഞ്ഞു. അതെന്തുമാവട്ടെ, അള്ളാഹു ഉസ്താദിനെ നിങ്ങൾക്കും പുറത്തിരട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുത്തേ, അള്ളാഹ് എനിക്ക് വേണ്ടി ദ്വാരുന്നല്ലോ, അള്ളാഹു പുറത്തിരട്ടെ. പിന്നെ നിങ്ങൾ പറഞ്ഞ തങ്ങൾ പാപ്പ പറഞ്ഞ മാപ്പിൻ്റെ കോലമാണ് നേരത്തെ ഞാൻ ആ വീഡിയോയിൽ പ്ലേ ചെയ്തത്. അജാതി മാപ്പ് എന്തിനാണ് മക്കളെ? അതൊന്നുമല്ല മാപ്പ്. പിന്നെയും അതിനെ ന്യായീകരിക്കുകയാണ് മനുഷ്യൻ. അള്ളാഹു ബോധം കൊടുക്കട്ടെ. ഇൽമില്ലാത്തൊരു സാധു അള്ളാഹു ഇൽമു കൊടുക്കട്ടെ. അള്ളാഹു നമുക്ക് ഇൽമ വരട്ടെ. പിന്നെ എന്തിനാ ഉസ്താദെ പാവം തങ്ങളുപ്പാനെ പറ്റി ഇങ്ങനെ പറയുന്നത്? ഇത് ഫിത്തിന അല്ലേ? അള്ളാഹ് തങ്ങളുപ്പാനെ ഒരിക്കലും പരാജയപ്പെടുത്തൂല. ഞാൻ പോയിക്കോട്ടെ എന്നാണ് ചോദിക്കുന്നത്. കുറച്ചൊരു തീരണില്ലല്ലോ. ഇത് ഇത്രമാത്രം മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി വെച്ചിട്ടുണ്ടോ ഇവരെ? അല്ലേ? എങ്ങനെയാണ് ഈ എനിക്ക് മനസ്സിലാവണില്ല. എങ്ങനെയാണ് ഇങ്ങനെ ആക്കി മാറ്റുന്നതാണ് ജനങ്ങളെ? എങ്ങനെ മാറ്റുന്നു? എങ്ങനെ? എന്താണ് അതിൻ്റെ ഒരു പൊടിക്കൈ? എന്താണ് സംഗതി? ആ പൊടിക്കൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇവർക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൂടെ നിങ്ങളെ? അല്ലേ? തങ്ങളെന്ന് പറയുന്ന സഹോദരൻ, അങ്ങനെ പോരെ? നിങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുത്തുകൂടെ? ഈ എന്തിനാണ് ഇങ്ങനെ ചൂഷണം ചെയ്യുന്നത് ഈ അറിവില്ലാത്ത ജനങ്ങളെ? ഇത് ഫിത്തിനല്ല, ഫിത്തിനെ ഇല്ലാതാക്കലാണ്. ഓക്കെ, പിന്നെന്താ? ഞാൻ ഈ ചാനൽ കാണുന്ന ഒരാളായിരുന്നു. ഇച്ഛ വേണ്ട, വെറും ചാമതി. ഞാൻ ഈ ചാനൽ കാണുന്ന ഒരാളായിരുന്നു. ഇനി കാണൂല. ഒരു തങ്ങളെയല്ലേ കടിച്ചു കീറുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി കാണൂല. എൻ്റെ വീട്ടിലുള്ളവരെ കാണാൻ സമ്മതിക്കൂല. കാണരുത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കണ്ടുപോരുത്. ഇനി എങ്ങാനും കണ്ടാലുണ്ടല്ല നന്നായി പോവും. കാണരുത്. ഈ ചാനൽ എന്ന് പറയുന്ന സംഗതി നിങ്ങൾ തൊട്ടു നോക്കരുത്. എൻ്റെ തലവട്ടം കണ്ട അപ്പം മാറ്റിയേക്കണം, അങ്ങോട്ട് മാറ്റിയേക്കണം. വീട്ടുകാരെയും കാണിക്കരുത് കേട്ടോ, വീട്ടുകാരെയും കാണിക്കരുത്. പവറുള്ള പാപ്പാടെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഓക്കെ, പവറില്ലാത്ത ഇംദാദിയുടെ, പവറില്ലാത്ത റസാ വ്ളോഗ്സുകാരൻ്റെ വീഡിയോ കാണണ്ട. പവറുള്ളത് മാത്രം കാണുക. ഓക്കെ, ഇനി കാണരുത്. പിന്നെ ഏതാണ്? നിങ്ങൾ ഒരു ഉസ്താദല്ലേ? രണ്ടക്ഷരം പഠിച്ച ഒരു ഉസ്താദല്ലേ? ഒരു ഇൽമു പഠിച്ച ഉസ്താദല്ലേ? ഇതെന്തെങ്ങനെ ഉസ്താദല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ സംശയം തോന്നുന്നു. ഞാൻ ഉസ്താദ് തന്നെ അല്ലേ കുറച്ചോനെ? ഇൽമു പഠിക്കുന്നൊരു വിദ്യാർത്ഥി കേട്ടോ. ഓക്കെ, ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലെന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? കുറ്റം പറയുന്നത് നിങ്ങൾക്കറിയില്ല, അത് പാടില്ലെന്ന്. ആയിക്കോട്ടെ, കുറ്റം പറയാൻ പാടില്ല. എന്തിനാ കുറ്റം പറയണത്? കുറ്റം പറയാനൊന്നും പാടില്ല ഒരാളെ. പക്ഷെ ഉള്ളത് പറയണം. ഏതുള്ളത്? ജനമധ്യത്തിൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകുമെന്ന നിലയിൽ പരസ്യമായി ചെയ്യുന്ന കുറ്റങ്ങളെ പണ്ഡിതന്മാർ പറയണം മക്കളെ. ഇല്ലെങ്കിൽ പണ്ഡിതൻ്റെ മേലെ അള്ളാൻ്റെ ശാപമുണ്ടെന്നേ, അത് പറയണം. അല്ലാതെ രഹസ്യമായി ചെയ്യുന്നൊരു കുറ്റം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? പറയാൻ പാടില്ല. ഓക്കെ, പിന്നെന്താ? ഈ ഉസ്താദിന് ഞങ്ങളുടെ തങ്ങളുപ്പാനോട് അസൂയാണ്. കുറച്ചുകൊണ്ട് ഇത് തീർന്നില്ല ഇതുവരെ. പറ, എന്താണ് നിങ്ങളുടെ തങ്ങളുപ്പ ചെയ്തത് അസൂയപ്പെടാൻ മാത്രം? എന്താണ് തങ്ങളുപ്പാടെ ക്വാളിഫിക്കേഷൻസ്? പറയൂ, എന്താണ്? ഒന്നുമില്ലേ? അവിടെ നിൽക്കട്ടെ. എന്നാലും മതി കേട്ടോ, അസൂയ മതി. ഞാൻ നിർത്തി, മതി. എനിക്ക് കണ്ടുകൊണ്ട് മതി. ഞാൻ അപ്പടി അസൂയാണ്. മൊയിലായിരിക്കും അസൂയ, ഉസ്താദിന് അസൂയ, നിങ്ങൾക്ക് അസൂയ, നിനക്കസൂയ. അൽഹംദുലില്ലാ. അസൂയ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടുതൽ കാണുന്നത് പവറുള്ള പാപ്പാനെക്കുറിച്ച് പറയുമ്പോഴാണ്. തങ്ങന്മാരെ ആദരിക്കണമെന്ന് നിങ്ങൾക്കറിയാൻ പാടില്ല എന്നാണ് ഈ ചോദിക്കുന്നത്. തങ്ങളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിന് പ്രത്യേകതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കഴിഞ്ഞ തവണ നിങ്ങളോട് പറഞ്ഞത്. എന്തെങ്കിലും തോന്നിവാസം കാണിച്ച് നടക്കുന്നൊരു മനുഷ്യൻ തങ്ങളാണെങ്കിലും അവരെ കുറ്റം പറയാൻ പാടില്ല എന്ന് ഏത് മതമാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അബുൽ അഅ്ല മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവാണ്. പുത്തൻവാദം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ അയാളെ വിമർശിക്കുന്നുണ്ട്. തങ്ങളെന്ന നിലയ്ക്ക് ഞങ്ങൾ ബഹുമാനിക്കും എന്ന് പറഞ്ഞാൽ അത് പറ്റൂല. തങ്ങന്മാർ ദീനീബോധമുള്ള, ദീനീ കാര്യങ്ങൾ ചെയ്യുന്ന ഇസ്സത്തുള്ള ആളുകളാണെങ്കിൽ, ദീനിനോട് കൂറുള്ളവരാണെങ്കിൽ അവരെ ആദരിക്കും, ബഹുമാനിക്കും, അവരെ പേടിക്കും. പാണക്കാട് തങ്ങന്മാർ, അതുപോലെ തന്നെ ഖലീൽ ബുഖാരി ചങ്ങൾ, അതുപോലെ തന്നെ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ ചങ്ങൾ, അങ്ങനെ തുടങ്ങി എത്രയോ തങ്ങന്മാരുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ വിനയാന്വിതരായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ നല്ല തങ്ങന്മാരായതുകൊണ്ടാണ്. തങ്ങളായാൽ പോരാ, നല്ല തങ്ങളാവണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ഞങ്ങളുടെ പാപ്പ പാവമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല മക്കളെ. തെറ്റ് ജനങ്ങളുടെ മുമ്പിൽ വഴികേട് കാണിച്ചു കൊടുത്താൽ ജനങ്ങൾ വഴിതെറ്റിപ്പോകും. അതുകൊണ്ട് ആ തെറ്റിനെ അത് തെറ്റാണെന്ന് ബോധവൽക്കരിച്ച് കൊടുക്കേണ്ടത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ്. ആ കർത്തവ്യമാണ് ചെയ്തത്. അതിൻ്റെ പേരിൽ നിങ്ങൾ നായാന്ന് വിളിച്ചാലും എന്ത് വിളിച്ചാലും പറഞ്ഞുകൊണ്ടേയിരിക്കും. ദീൻ പറയുന്നത് നിർത്തുന്നൊരു പരിപാടിയില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുമണികളെ ശരിക്കും മനസ്സിലാക്കണം, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം, എന്നിട്ട് കമൻറ്റ് ചെയ്യണം. എവിടെ? നിങ്ങൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ എന്നെ ചീത്ത പറയാൻ വരൂലേ? അള്ളാഹു എന്നെ നന്നാക്കട്ടെ, നിങ്ങളെയും നന്നാക്കട്ടെ.